ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സൗത്ത് ആഫ്രിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ODI സീരീസിലെ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച് സൗത്ത് ആഫ്രിക്ക പരമ്പര സ്വന്തമാക്കിയിരുന്നു. സോഷ്യൽ മീഡിയകളിലൊക്കെ സൗത്ത് ആഫ്രിക്കയ്ക്ക് വളരെ അഭിനന്ദന പ്രവാഹങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മൂന്നാമത്തെ ODI ആരംഭിക്കുന്നത്. മൂന്നാം ODIയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കാണ് ടോസ് ലഭിച്ചത്. ടോസ് നേടിയ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ഇംഗ്ലണ്ടിനെ ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. 2 മത്സരങ്ങൾ തോറ്റ് പരമ്പര നഷ്ടപ്പെട്ട ഇംഗ്ലണ്ടിന് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ല. ഈ കളിയെങ്കിലും ജയിച്ച് ആത്മവിശ്വാസം വീണ്ടെടുക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ഇറങ്ങിയ ഇംഗ്ലണ്ട് താരങ്ങൾ എല്ലാവരും തന്നെ, ഹാരി ബ്രൂക്ക് ഒഴിച്ച് ബാക്കി എല്ലാവരും, ബാറ്റെടുത്ത എല്ലാവരും മികച്ച പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ജോ റൂട്ട്, ബത്തേൽ എന്നിവർ സെഞ്ചുറി നേടി. ജോസ് ബട്ട്ലർ, ജാമി സ്മിത്ത് എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി 412 റൺസാണ് അടിച്ചുകൂട്ടിയത്. 412 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ സൗത്ത് ആഫ്രിക്കയ്ക്ക് പക്ഷേ തൊട്ടതെല്ലാം പിഴച്ചു. ആദ്യ പകുതി അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കൻ ഇന്നിങ്സിൻ്റെ ആദ്യ പകുതി ജോഫ്ര ആർച്ചർ എറിഞ്ഞു വീഴ്ത്തിയെങ്കിൽ സെക്കൻഡ് പാർട്ട് ആദിൽ റഷീദ് കറക്കി വീഴ്ത്തി. ജോഫ്ര ആർച്ചർ എറിഞ്ഞ 9 ഓവറിൽ 3 മേഡിനും 18 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 4 വിക്കറ്റുകളുമാണ് അദ്ദേഹം നേടിയത്. ആദിൽ റഷീദ് അവസാന നിമിഷങ്ങളിൽ സൗത്ത് ആഫ്രിക്കയുടെ വാലറ്റം ചുരുട്ടിക്കെട്ടി. 3.5 ഓവർ മാത്രം എറിഞ്ഞ ആദിൽ റഷീദ് 13 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. എടുത്തു പറയേണ്ടത്, ODI ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാർജിൻ വിജയമാണ് ഇംഗ്ലണ്ട് നേടിയിരിക്കുന്നത്. 342 റൺസിൻ്റെ പടുകൂറ്റൻ വിജയമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ മൂന്നാം ODIയിൽ ഇംഗ്ലണ്ട് നേടിയത്. ഇതിനു മുമ്പിട്ട് 2023 ഇന്ത്യ ആയിരുന്നു റെക്കോർഡ് ഇതുവരെ 2023 മുതൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത്. 317 റൺസിൻ്റെ വിജയം ശ്രീലങ്കയ്ക്കെതിരെ 2023 നേടിയ ഇന്ത്യയായിരുന്നു ഇതുവരെ റെക്കോർഡ് കാത്തു സൂക്ഷിച്ചത്. ഇപ്പോൾ ഇംഗ്ലണ്ട് ആ റെക്കോർഡാണ് തട്ടിയെടുത്തിരിക്കുന്നത്, 342 റൺസ് വിജയലക്ഷ്യം എന്ന റെക്കോർഡ്. എന്തായാലും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.